രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വർക്ക് സ്പേസിലെത്തി ഒരു മെഴുതിരിയും കത്തിച്ചിട്ട് നമ്മൾ നമ്മുടെ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു കസ്റ്റമൈസ്ഡ് കേക്ക് ഉണ്ട് കേട്ടോ. ആ ഒരു കസ്റ്റമൈസ്ഡ് കേക്ക് ആണെങ്കിൽ മുട്ടയുടെ രൂപത്തിലായിരുന്നു ഉണ്ടാക്കാനുള്ളത്. കസ്റ്റമറുടെ ബേബിക്ക് മുട്ട ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മുട്ട വെച്ചൊരു കേക്ക് വേണമെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ മോഡലുകളൊക്കെ നമ്മളിങ്ങനെ നോക്കിയെങ്കിലും ഒന്നും അങ്ങോട്ട് സെറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അവസാനം ഈ ഒരു റെഫറൻസിൽ ഞങ്ങൾ രണ്ടുപേരും സ്റ്റിക്ക് ഓൺ ചെയ്തു. കണ്ടപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നിയെങ്കിലും ആ ഒരു മുട്ടയുടെ ഷേപ്പിൽ കേക്ക് ആക്കാൻ ഇച്ചിരി മണിയൊന്നും അല്ല കേട്ടോ ഞാൻ പണിപ്പെട്ടത്. നല്ലപോലെ എഫേർട്ട് ഇട്ടിട്ടാണ് ആ ഒരു ഷേപ്പിൽ ആ ഒരു സാധനം അങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ സിമ്പിൾ ആൻഡ് ക്യൂട്ടായിട്ട് ആ ഒരു കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ദെൻ നമുക്കിത് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ഡെലിവറി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കസ്റ്റമർക്കും കസ്റ്റമറുടെ റിലേറ്റീവ്സിനും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ള റിവ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോഴാണ് ഞാനും ഹാപ്പി ആയത്. പിന്നെ ആ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് നമുക്കൊരു ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ചെയ്യാനുണ്ടായിരുന്നു. അതിലാണെങ്കിൽ എഡിബിൾ പ്രിൻ്റൊക്കെ വെച്ചിട്ടായിരുന്നു ഡെക്കറേറ്റ് ചെയ്യാനുണ്ടായിരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഹാഫ് kg കേക്കും കൂടെ കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതങ്ങനെ റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വൈകുന്നേരത്തേക്കുള്ള കേക്കുള്ള ഡെക്കറേഷൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. കിറ്റി തീമിലാണ് ഈ ഒരു കേക്ക് ചെയ്യുന്നത്. ഒരു ലാവൻഡർ ഷെയ്ഡിലാണ് ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ടോപ്പിൽ ഇതേപോലെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാഷ് സ്ട്രിപ്പിംഗ് ഡിസൈൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. നോസൽ വർക്കും കിറ്റിയുടെ ടോപ്പറും കൂടെ വെച്ചിട്ട് നമ്മുടെ ആ ഒരു കേക്കിൻ്റെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഹാഫ് kg കേക്കായിരുന്നു ഡെക്കറേറ്റ് ചെയ്യാനുണ്ടായിരുന്നത്. അത് നേരത്തെ ചെയ്ത ഒരു ക്രീം ബാലൻസ് ഉള്ളതുകൊണ്ട് അത് വെച്ച് തന്നെ ഒരു ഫ്ലവർ ഒക്കെ വരച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് കസ്റ്റമൈസേഷൻ ഒന്നും കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയയിൽ ഒരു ക്യൂട്ടാക്കിയിട്ട് ആ ഒരു കേക്കിൻ്റെ വർക്കും കൂടെ കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മാക്രോൺസ് ഉണ്ടാക്കാനുണ്ടായിരുന്നു. ലാവണ്ടറും വൈറ്റും കോമ്പിനേഷനിലാണ് നമ്മൾ മാക്രോൺസ് എല്ലാം ഒന്ന് പൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാം ഒന്ന് ബേക്കായി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു ഹാഫ് kg ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതിൽ കിറ്റ്കാറ്റും ഓറിയോ ബിസ്ക്കറ്റൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കസ്റ്റമർ റെഫറൻസ് അയച്ചിട്ട് അതേപോലെ ചെയ്യാൻ നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈവനിങ് ഓർഡേഴ്സിൻ്റെയൊക്കെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത്രയും കൊണ്ട് നമ്മുടെ ഇന്നത്തെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്.